എല്ലാ ഭാഗത്തും ജീവിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ ഭാഗത്തെയും അനുഭവങ്ങൾ തങ്ങളുടെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരികയും പുതിയ പുതിയ ജീവിത രീതികളും സംസ്കാരങ്ങളും മലയാള ജീവിത രീതിയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ മലയാളികളെ മറ്റേത് ഇന്ത്യക്കാരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ രീതിയിലുള്ള ബാഹ്യമായ അംശങ്ങളുടെ സ്വാഭാവികമായ കടന്നുവരലാണ്. സ്വാഭാവികം എന്ന് ഞാൻ പറയുന്നതിന് കാരണം, ആളുകൾ പുറത്ത് ജീവിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തെ ജീവിതങ്ങളെ കൊണ്ടുവരുന്നത്. അല്ലാതെ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടോ ഗൂഗിൾ ചെയ്തിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലെ ജീവിതം അറിഞ്ഞിട്ടല്ല, നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവിടുത്തെ ജീവിതം അറിഞ്ഞുകൊണ്ടാണ് അവർ ആ ജീവിതത്തെ കവിതയിലേക്കും സാഹിത്യത്തിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത്. അവരെഴുതുന്നു എന്ന് മാത്രമല്ല, അവർ കേരളത്തിലെ ജീവിതവും സാഹിത്യവുമായി നിരന്തരമായി പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുന്നു. മെൽബണിലെ ഈ സമതാ സാഹിത്യോത്സവം അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ എഴുത്തുകാരും മെൽബണിൽ ജീവിക്കുന്ന എഴുത്തുകാരും തമ്മിലുള്ള അർത്ഥവത്തായ ഒരു സംവാദം ഈ സാഹിത്യോത്സവത്തിൽ നടക്കും എന്ന് എനിക്ക് സംശയമില്ല. നിശ്ചയമായും ഒരേ ഭാഷയിൽ എഴുതുന്നത് കൊണ്ട്, ഒരേ ഭാഷ സംസാരിക്കുന്നത് കൊണ്ട്, ഒരേ സംസ്കാരം ശ്വസിക്കുന്നത് കൊണ്ട് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള സംവാദങ്ങൾ, സാഹിത്യപരമായ ചർച്ചകൾ, സൗന്ദര്യശാസ്ത്രപരമായ സംഭാഷണങ്ങൾ ഇവയെല്ലാം തന്നെ തികച്ചും അർത്ഥവത്തായി തീരുമെന്നും അത് കേരളത്തിലെ എഴുത്തുകാരെയും മെൽബണിലെ മലയാളി എഴുത്തുകാരെയും ഒരേപോലെ കൂടുതൽ സമ്പന്നരും അനുഭവ സമൃദ്ധിയുള്ളവരുമാക്കുമെന്നും എനിക്ക് തീർച്ചയുണ്ട്. ഈ സാഹിത്യോത്സവത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.